അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് വേൾഡ്. എന്തൊക്കെയുണ്ട് മക്കളെ വർത്തമാനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ എന്നും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ് എങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും അതിന് മറുപടി തരുന്നില്ല. സുഖമാണെങ്കിൽ സുഖമാണെന്ന് പറഞ്ഞോളി മക്കളെ. ആർക്കെങ്കിലും വെജായി കൊണക്കടമൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. എല്ലാവരും സങ്കടവും സന്തോഷവും ഒക്കെ പങ്കുവെക്കുക. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഈ ചോറും കൂട്ടാനും വെക്കണ തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ. അപ്പോൾ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിക്കാരം നമ്മൾ ഈ ഡൈമേ ലൈഫ് ഇങ്ങനെ ചോറും കൂട്ടാനും വെക്കണത്, അടിച്ചുവരിന് തുറക്കണമൊക്കെ ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. വെച്ച് തോന്നുന്നത് ഈ ഇഷ്ടമില്ലാത്ത തോന്നുന്നുണ്ട് ഇങ്ങനെ കമൻ്റ് ഒന്നും ഇടാതെ ലൈക്ക് ഇടാതെയൊക്കെ പോണേല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ മിക്കവാറും ആൾക്കാരും നമ്മളിൽ ഇഷ്ടമില്ലാത്ത പോലെ തന്നെയാണ് കേട്ടോ. കാരണം ലൈക്ക് കമ്മിയല്ലേ. പോട്ടെ, എന്തെങ്കിലും ഒരു കാലത്ത് ശരിയാവും. അപ്പം നമ്മളെ ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാൻ. അപ്പം നമ്മളെയൊക്കെ പരിഗണിക്കണ ഒരു കാലം ഉണ്ടാകും. അതുവരെ നമുക്ക് കാത്തിരിക്കുക, തളരാതെ മുന്നോട്ട് പോകാം. അപ്പം ഇൻഷാ അല്ലാ ഇതേപോലത്തെ വീഡിയോ ഒക്കെ തന്നെ ഇനിയും ഞാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് കടി എന്താ വെച്ചാൽ റവ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഉപ്പുമാവൊക്കെ ഞാൻ ഉണ്ടാക്കാൻ റവ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനും വേണ്ടി ഞാൻ വറുക്കുകയാണ് കേട്ടോ റവ. അപ്പോൾ നല്ലോണം ഒന്ന് ചുമക്കനൊന്ന് വറുവായിട്ട് വരട്ടെ. വറുത്ത് ഉപ്പുമാവ് വെച്ചാലാണ് നമുക്ക് തൃപ്തി, അതേമാതിരി നമ്മളെ മക്കൾക്കും തൃപ്തി കേട്ടോ. അപ്പം അങ്ങനെ അതിങ്ങനെ അടുപ്പത്ത് നിൽക്കുന്നുണ്ട്, വറുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ ചായൻ്റെ വെള്ളം തിളച്ചു. അപ്പം ഞാൻ വന്ന് നമ്മളെ ചായപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ പഞ്ചാരപ്പാത്രത്തിൽ പഞ്ചാരല്ല കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി നമ്മൾ പോയതാണ്. പിന്നെ വലിയ കുപ്പിയിൽ നിന്ന് ചെറിയ കുപ്പിക്ക് ആക്കിക്കലുണ്ട് കേട്ടോ. അപ്പം അതിത്തെ പഞ്ചസാര കഴിഞ്ഞിങ്ങനെ. അപ്പം ഇനി പൈക്ക് ഇടുമ്പോഴത്തേന് ചായ വെള്ളം അങ്ങനെ തിളക്കുകയാണ്, ഗ്യാസ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇനി ചായക്ക് മധുരം ഇട്ടിട്ട് നമുക്ക് പിന്നെ സാവധാനം മറ്റേ കുപ്പിക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ചായക്കൊക്കെ പൊടിയും പഞ്ചസാരയും ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേന് നമ്മളെ റവ ഇങ്ങനെ വറുക്കണുണ്ട്. പിന്നെ മക്കൾക്കൊക്കെ ചായ ഞാൻ പാർന്ന് വെച്ചിരിക്കണം കേട്ടോ. മദ്രസക്ക് പോകണ്ടേ, ഒന്ന് ചൂടാറാൻ വേണ്ടി പാർന്ന് വെച്ചു. അപ്പോൾ നമ്മളെ റവ വറവായി വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് തണുക്കട്ടെ. പിന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിക്കണേ. ഇനി നമുക്ക് അതിക്കൊത്തുള്ളി കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കൊടുത്ത്, പിന്നെ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത്, പിന്നെ ജീരുള്ളി ഉണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഇഞ്ചി ഉണ്ട്, പിന്നെ പച്ചമുളക് ഇല്ല ഇനി. അപ്പോൾ നമ്മൾ ചീരപ്പറങ്കി മുളകില്ലേ അതൊന്ന് മുറിച്ചിട്ടിക്കണം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഉണ്ടായപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്താൽ രസമാണ്. അപ്പം അങ്ങനെ അതൊക്കെ ഇട്ട് നമുക്ക് നല്ലോണം നമ്മളെ ക്യാരറ്റും ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ചീരപ്പറങ്കി മുളക് നമ്മൾ ഇപ്പം ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. നേരത്തെ ഒന്ന് മുറിച്ചീനി. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണെന്ന് വിചാരിച്ചിരിക്കണേ. അപ്പം അങ്ങനെ അതിട്ടു. ഇപ്പോൾ നല്ലൊരു ചൊറുക്കിലേ കാണാൻ. ഇതിലൊരു വെള്ളയും കൂടി കാണാൻ. അപ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പം നമ്മളെ ക്യാരറ്റും ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം പാർന്നെടുത്തിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇനി അതവിടെ കടന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളെ റവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളി കേട്ടോ. എന്നിട്ട് പിന്നെ ലൈക്കും കൂടി ചെയ്തോളി കേട്ടോ. എപ്പോഴും പറയണതല്ലേ, എത്തങ്ങൾ കേൾക്കാത്തത്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലവരൊക്കെ വിചാരിച്ചു ഭയങ്കര പുളിച്ചിയായിട്ടൊന്നല്ല, എങ്ങനെയൊക്കെ ജീവിച്ച് പോകണ്ടേ, അതിനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. ഞാൻ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കടിയൊക്കെ ആകുമ്പോണ്ടല്ലോ നല്ല തൃപ്തിയാണ്. പെട്ടെന്ന് പണിയൊരുങ്ങും. അല്ലെങ്കിലോ അങ്ങനെ അപ്പം ചുട്ടിങ്ങനെ നിൽക്കണം, ചീയാന്ന് കൊണ്ട്. ഇതാവുമ്പോൾ എളുപ്പമാണ്. പിന്നെ ഇപ്പോൾ എന്നും ഇപ്പോൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ റവ ഉപ്പുമാവൊക്കെ റെഡി ആയപ്പോൾ ഞാൻ മക്കൾക്ക് വിളമ്പി വെക്കാണ് കേട്ടോ. ചായ കുടിച്ചിക്കാണ്ട് മദ്രസക്ക് പറഞ്ഞേക്കണ്ടേ. അപ്പോൾ നമ്മൾ ചിലപ്പം വിളമ്പി വെക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ. ചിലപ്പം രാവിലെ തിന്നാതെ പോകും കേട്ടോ.
അപ്പോൾ ഒരു നുള്ളൊക്കെ വാരി തിന്നുകാണ്ട് പോകും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ വല്ലാത്ത പൂർത്തിയായിട്ട് കേട്ടോ. നേരം വെളുക്കുമ്പോൾ മദ്രസക്കൊക്കെ പോകുമ്പോൾ ചായ ഒന്നും കുടിച്ചാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മക്കളിങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ട് നിൽക്കും. അത് പറഞ്ഞാൽ മക്കൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാനിതാക്കണേ ചായയൊക്കെ കൊടുത്ത് മക്കൾ മദ്രസക്കൊക്കെ പറഞ്ഞയച്ച് കണ്ട് നോക്കാണി നമ്മളെ അയൽവക്കത്തിൽ മയിൽ വന്നിക്കണുണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയതാണ് കേട്ടോ. നമ്മളവിടെ മയിലുണ്ട്, കുരങ്ങനുണ്ട്, പന്നിയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണേ അയൽവക്കത്തെ പെരിയിക്കാണ് പോയതാണ്. അപ്പോൾ 2 എണ്ണം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഒന്നിനെ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ഇതിൻ്റെ ഈ ആസ്പെറ്റാസില്ല അതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്ന് ഒച്ച ഉണ്ടാക്കിയപ്പോൾ നമ്മളൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ 2 എണ്ണം ഉണ്ടായിന്. അപ്പോൾ ഇതാക്കണേ നോക്കാം നിങ്ങൾ. പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മളെ ഈ സൈഡിൽ കുഴിച്ച് പയറിൻ്റെ അവിടെ കുറച്ച് ചേമ്പൊക്കെ ഉണ്ടായിന്. അതൊക്കെ ഉണ്ടല്ലോ നമ്മളെ പന്നിക്കൂട്ടം വന്ന് കാണ്ട് ആകെ അങ്ങോട്ട് തുരന്നിക്കണോണ്ട് മക്കളെ. അതിൻ്റെ കേങ്ങൊക്കെ തിന്ന് പോയിക്കണം കേട്ടോ. തള്ളേക്കാരം കേങ്ങൊന്നും ഉണ്ടാകാനായിട്ടുണ്ടാവില്ല. കാരണം ഇപ്പം നേരെ കുഴിച്ചിട്ടല്ലേ, ചേമ്പ് കളച്ചപ്പോൾ നേരെ കുഴിച്ചിട്ടിട്ടുള്ളൂ. ഇനി അപ്പോൾ നോക്കാൻ നിങ്ങൾ അതിൻ്റെ ഇതൊക്കെ തിന്ന് പോയിക്കണേ. ഇനിയിപ്പോൾ പന്നിയാളെ ഓടിച്ചാൽ എന്താ വഴി എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കൂടിയാടില്ല. നോക്കാൻ നിങ്ങൾ ഇതൊക്കെ കറച്ചിട്ട് പോയി. വല്ലാത്തൊരു സങ്കടം കേട്ടോ. പക്ഷേങ്കിൽ അപ്പുറത്തുണ്ട്, അത് കണ്ടിട്ടില്ലാത്ത തോന്നുന്നു കേട്ടോ. ഇനി അതിനിപ്പോൾ എന്താണ് അവഞ്ഞ് വരിക. അപ്പോൾ പന്നി തന്നെയാണ്, പെരിച്ചായി ഒന്നല്ല. പന്നിയാളാണെങ്കിൽ പെരിച്ചായികളാണെങ്കിൽ ഇങ്ങനെ മാന്തി ഇതാക്കിയിട്ടേ പോകുള്ളൂ. ഇത് പന്നിയാൾ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിയൊക്കെ തിന്ന് കണ്ടാൽ പോയിക്കണത്. അപ്പോൾ ഒരു ചെറിയൊരു കണ്ട അവിടെ ഉണ്ട്. അത് പക്ഷേ ഞാൻ എടുത്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ വെച്ചിക്കാണ്. അങ്ങനെ ഇതാക്കണേ. അത് കണ്ടപ്പോൾ വല്ലാത്തൊരു പൊറുതിയായിട്ട് കേട്ടോ. നമ്മളവിടെ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നശിപ്പിച്ചെന്നെ കാണുമ്പോൾ വല്ലാത്ത പൊറുതിയാണ്. അതേമാതിരി തന്നെ ഇപ്പോൾ നമ്മൾ പയറും വൈതലങ്ങയും ഒക്കെ കുഴിച്ചിട്ടിക്കണേ. അതൊക്കെ ഇനി കിട്ടിയെങ്കിൽ കിട്ടി മക്കളെ. കാരണം കുരങ്ങന്മാർ വരുന്നുണ്ട്, മയിൽ വരുന്നുണ്ട്, പന്നി വരുന്നുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം ഉണ്ടാവുമല്ലേ നോക്കല്ലേ. അപ്പം ഇനി നമ്മളെ പയറൊക്കെ കുഴിച്ചിട്ടിക്കണല്ലോ, വൈതലങ്ങയും മുളകും ഒക്കെ കുഴിച്ചിട്ടിക്കണേ. അപ്പം അതിനൊക്കെ കുറച്ച് വളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം കുറേ കാലം, കുറച്ചായിട്ടോ, കുറേ കാലം തന്നെ ഇക്കട്. കുറേ കാലം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. കുറച്ച് കുയിക്കാട്ടം കൊണ്ടു വെച്ചിന് കേട്ടോ. അത് ആ ചാക്കിൽ നിന്ന് വറ്റ കറുത്ത് നല്ലൊരു ഇതായിക്കണം കേട്ടോ. നമുക്ക് കോഴി ഫാമൊക്കെ ഇല്ലെന്ന് അവിടെ നിന്ന് കൊടുന്നത് ഇനി കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഞാൻ നോക്കുമ്പം ഒരു ചാക്കിലുണ്ടായിന്. അപ്പം എന്നാൽ അത് നമുക്ക് കണ്ട് ഇട്ട് കൊടുക്കാമല്ലോ കരുതിയിട്ട്. അപ്പോൾ അത് ഏതായാലും അപ്പുറത്ത് ഇങ്ങനെ തട്ടി കളിച്ച് നടക്കിന്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയതാണ് എന്താ അപ്പുറത്ത് സാധനം എന്നുള്ളത്. അപ്പോഴാണ് കണ്ടത് കേട്ടോ, കൊയ്ക്കാട്ടാണ് എന്നുള്ളത്. അപ്പോൾ അതാകെ കറുത്ത് നല്ലൊരു വളം വേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ മുളകിനും ഇവിടെ എല്ലാ വൈതലങ്ങൾക്കും ഒക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ ബാക്കിയുള്ളത് പിന്നെ ഇനി നമുക്ക് പയറിനും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ വല്ലാത്തൊരു പേടി ഉണ്ടായിന് കേട്ടോ. കുറേ കാലം മുന്നേ കൊണ്ടുവന്ന് വെച്ചാൽ വല്ല ജന്തുക്കളും ഉണ്ടാവുമോ പാമ്പുണ്ടാവുമോ ഒക്കെ പേടി ഉണ്ടായിന്. പക്ഷേ ഉണ്ടല്ലോ നല്ലൊരു കലിക്കുഞ്ഞനാണ് പോയിട്ടോ. അത് ഞാൻ വീഡിയോ ഓഫാക്കിയിലാണ് ആ കലിക്കുഞ്ഞനാണ് മണ്ടിപ്പോയത്. അതിനെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി മഷിയിട്ട് തിരഞ്ഞിട്ട് പിന്നെ കാണാനില്ല. അപ്പോൾ ഇതാക്കണേ ഞാൻ നമ്മളെ പയറിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പയറിനൊക്കെ വളമൊക്കെ ഇട്ട് കൊടുത്ത് വന്നിട്ട് പിന്നെ ഞാൻ ചായ കുടിച്ചാണ് കേട്ടോ. നല്ല രസമുണ്ട്. റവപ്പുമാവും ചായയും പള്ളിയിൽ പഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടിയാലും നല്ല രസമായിക്കാരല്ലേ. അപ്പം അങ്ങനെ ഇതാക്കണേ പഴിച്ച് പട്ടിയായി വന്നാൽ പിന്നെ ഒരു കൂട്ടാനൊന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല. ഒക്കെ രസമായിക്കാരം. പിന്നെ ശിശുദിനം ഇനിയല്ലോ. അപ്പോൾ ഇതാക്കണ മക്കൾ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മറ്റേ കുട്ടി നമ്മളെ അയൽവക്കത്തുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഒക്കെ വെള്ള ഡ്രസ്സിട്ട് നല്ല എല്ലാവരെയും കുപ്പായത്തുമ്പോൾ ഇതാക്കണേ റോസാപ്പൂവൊക്കെ കുത്തി വെച്ചിക്കണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അടിച്ചോലും തുടക്കലും പാത്രം മോറലും ഒക്കെ കഴിഞ്ഞ്, പാത്രം മോറി അടിച്ചോരി തുടച്ചിട്ടാണ് കേട്ടോ മിന്നുട്ടിനെ കൊണ്ടുപോയാക്കാൻ പോയത്. പിന്നെ ചോറ് വെക്കണമല്ലോ. ഇനിയിപ്പോൾ ഒരു ചോറ് വെക്കണം, അതിക്ക് ചാറുണ്ടാക്കണം, ഒക്കെ പണിയില്ല. അപ്പോൾ ഞാൻ എന്താട്ടി ഒരൊറ്റൊരു കപ്സാണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിക്ക് ചാറും ഉപ്പേരി ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്താട്ടി കപ്സിനെ ആയിക്കോട്ടെ എഴുതി ഒരു വള്ളുള്ളിയും കുറച്ച് ജീരുള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ പാടിട്ട് കണ്ട് മിക്സിൻ്റെ ജാറിലിട്ടാണ്ട് അരച്ചു. അരി വെള്ളത്തിൽ ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. അത് കേകി കണ്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. കപ്സയല്ലേ. പിന്നെ ഞാൻ ഗ്യാസമ്മ വാട്ടിയിട്ട് പിന്നെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എണ്ണ പാർന്ന് അതിക്ക് ഏലക്കായും കറാമ്പൂവും പട്ടയും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി കുറച്ച് ഞാനതിൽ ബാക്കിയാക്കി വെച്ചിരിക്കണം. അത് എന്തിനാ വെച്ചാൽ ഇങ്ങനത്തെ ചോറ് വെച്ചാണ്ടല്ലോ കപ്സ മന്തിയൊക്കെ വെച്ചാൽ നമ്മളെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ ജിനൂന്
ഇത് വേണം കേട്ടോ, തക്കാളി വെള്ളം വേണം. അതിന് വേണ്ടി ഒരു തുള്ളി എടുത്ത് വെച്ചതാണ്. പിന്നെ ഇനി തക്കാളി നമ്മൾ അതിലേക്ക് അരച്ച് ചേർക്കാം. അപ്പോൾ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി ഒന്നും പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ മാഗിക്കട്ട ഇട്ടു, പിന്നെ 2 തണ്ട് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിക്കണേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു തുള്ളി മുളകും പൊടിയും വേണം ഇട്ട് കൊടുത്തിക്കണേ ഞാൻ. അങ്ങനെ അതൊക്കെ പാടെ കൂട്ടി ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് മാഗിക്കട്ട ഇട്ടുകണ്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇളകി പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്ക് വെള്ളം പറന്ന് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ കപ്സ് എങ്ങനെ വെക്കുക വെച്ചാൽ അരി അളന്ന് നമ്മൾ നെയ്ച്ചോറിനൊക്കെ വെള്ളം പാകാക്കി വെക്കൂലേ, അതുപോലെയാണ് കേട്ടോ വെള്ളം പാരുക. ഒരു നായി അരി ഇടുകയാണെന്ന് വെച്ചെങ്കിൽ 2 നായി വെള്ളം പാരും കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിക്കണേ. ഇനി അതവിടെ കടന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ അടുപ്പ് കത്തിച്ചണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതായാൽ പിന്നെ ഒരു ചാറ് വേണ്ട, ഉപ്പേരി വേണ്ട, ഒന്നും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ചോറൊക്കെ ആകുമ്പോൾ വെട്ടി തിളച്ച് വേകണം. അപ്പോൾ ഗ്യാസ് മേലായാൽ ആ നടുക്ക് മാത്രമല്ലേ തിളക്കുള്ളൂ. അടുപ്പത്താകുമ്പം 4 ഭാഗം അങ്ങനെ തിളച്ച് വന്നോളും. അപ്പോൾ ഞാൻ എന്താട്ടി നമ്മൾ അടുപ്പൊക്കെ തിരിച്ചൂട്ടി ഞാൻ വെക്കണം കേട്ടോ. വറകും കടലാസും ചകിരിയല്ല ചിരട്ടിയും ഒക്കെ വെച്ചിക്കണേ. പിന്നെ നമ്മൾ ആ ചെമ്പട്ടി ഞാൻ അങ്ങോട്ട് വെച്ചിക്കണം കേട്ടോ. ഇനി അതവിടെ കടന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ചിരട്ട ഇട്ടുകൊണ്ട് കണ്ടില്ലേ നല്ലോണം പാളി കത്തണുണ്ട്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ചിക്കണം കേട്ടോ. ചിരട്ട കത്തിയോണ്ട് തന്നെ പെട്ടെന്നുണ്ട് കേട്ടോ വെള്ളം തിളക്കാൻ. ഇനി നമുക്ക് അയക്കുണ്ടല്ലോ കോഴി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കോഴിയൊക്കെ നല്ലോണം കേക്ക് ഞാൻ വെള്ളം ചോരാൻ വേണ്ടി വെച്ചിനി. പിന്നെ ആ കോഴി ഒന്ന് ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് ഇങ്ങോട്ട് കോഴി വേകട്ടെ. എന്നിട്ട് പിന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഇതാ കോഴി അതിൽ കടന്ന് തിളക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടി ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മല്ലിച്ചപ്പിൻ്റെ ഇല അരിഞ്ഞെടുത്തു. പിന്നെ കോഴിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വന്നിക്കണം കേട്ടോ. നല്ലോണം കോഴി വേകാനും പറ്റില്ല, ആകെ കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ ചോറ് വിളമ്പുമ്പോൾ കോഴിക്കണ്ട അവിടെയും ഇവിടെയൊക്കെ അങ്ങോട്ട് കാണണ്ടേ. അപ്പോൾ ഞാൻ നല്ലോണം വേകാനൊന്നും നിന്നിട്ടില്ല കേട്ടോ, വെന്തുടയാനൊന്നും നിന്നിട്ടില്ല. അപ്പോഴത്തിന് പിന്നെ ഞാൻ അരി ഇട്ട് കൊടുത്തു. അങ്ങനെ അരി ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഈ ചെമ്പട്ടിമ്മ ഇങ്ങനെ കൊട്ടാനിങ്ങനെ പൂതിയാവും കേട്ടോ. അപ്പം എൻ്റെ അമ്മ ഉണ്ടല്ലോ ഇങ്ങനെ അരി ഇങ്ങനെ ചെമ്പട്ടിമ്മൽ ഇങ്ങനെ കൊട്ടുക, അതേമാതിരി ചട്ടകം കൊട്ടുക കാണുമ്പോൾ എൻ്റെ അമ്മ ചീത്ത അറിയിട്ടോ. എന്താ ചട്ടകം കൊട്ടിയാൽ ഇപ്പം എന്താ മുടിഞ്ഞു പോട്ടേന്നോ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നണത്. അതുകൊണ്ടാണ് ഇമ്മ കൊട്ടാനായിക്കൂല കേട്ടോ. അങ്ങനെ കൊട്ടാനാണ് വരുമ്പോഴത്തിന് ഇമ്മ പറഞ്ഞത് നമുക്ക് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ ഞാൻ കജണതും ഇങ്ങനെ കൊട്ടലില്ല, കൊട്ടാനായിട്ട് ഓങ്ങും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ആ ഓട്ടപാത്രം കൊട്ടാൻ വേണ്ടി നിന്നപ്പോൾ ഈ ചോർമ്മയായിട്ടോ. അതാ തോന്നുന്നുണ്ട്, അങ്ങനെ എന്തോ ആണ്, ഇനിയിപ്പോൾ നമുക്കറിയില്ല. അതിലേതായാലും ചെറിയൊരു ഓർമ്മ ഇട്ടിട്ട് അങ്ങനെ പറഞ്ഞ മാതിരി ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഉമ്മ വീഡിയോ കാണുമ്പോൾ ഉമ്മക്ക് തന്നെ മനസ്സിലാവും. പിന്നെ ഞാനിതാകണേ കണ്ടോ ഇളക്കി പിന്നെയും ചെമ്പട്ടിമ്മ കൊട്ടാൻ വേണ്ടി നിന്നപ്പോൾ അങ്ങനെ കുടഞ്ഞെടുത്തിക്കാണ്. അങ്ങനെ ഒന്നും കൂടി ഇളക്കി കൊടുത്തു. പിന്നെ ഞാൻ തക്കാളി വെള്ളം ഉണ്ടാക്കി എടുത്ത് വെച്ചിങ്ങനെ കേട്ടോ. പിന്നെ അതിൽ ഒരു തുള്ളി സുർക്കയും കൂടി പാർന്ന് കൊടുത്താൽ നമ്മളെ തക്കാളി വെള്ളം സെറ്റായിട്ടോ. ഈ തക്കാളി വെള്ളം കൂട്ടി ചോറ് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ. പിന്നെ കുറേ ഇറച്ചിയൊന്നും വേണ്ടിട്ടുണ്ടെയാളെ ഇതെന്നെ മതി. ഇതുണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ വലിയ കുട്ടി ചോദിച്ചു എത്തമ്മ തക്കാളി വെള്ളം ഉണ്ടാക്കിയില്ലേ, അതുണ്ടാക്കി കൂടെ ഇല്ല അതെങ്ങനെയമ്മ ഈ ചോറ് വെച്ചാൽ. പിന്നെ തക്കാളി വെള്ളം സനുവിനും മീനൂട്ടിക്കും വേണ്ട, ഒരിക്കലും ഉണ്ടാക്കും. തൈര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു ഉള്ളിൻ്റെ പകുതി എടുത്തിട്ട് അതും പിന്നെ മുളകും അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ കുറച്ച് തൈരും പാർന്ന് കൊടുത്ത് തൈരും സെറ്റായിട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ ചോറ് 4 ഭാഗം തിളച്ച് വേകണുണ്ട്. അപ്പോൾ ഗ്യാസ് മേലായാൽ ഈ നടുക്ക് മാത്രമേ വേകുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അടുപ്പത്ത് വെച്ചേട്ടോ. അപ്പം ഇനി നല്ലോണം ഒന്ന് പിന്നെ പരത്തി വെക്കണുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടി മൂടി വെച്ച് നോക്കാം. ഇനിയിട്ട് ആ കണലിൽ കടന്ന് ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റിക്കണം. ഇനി കത്തിച്ചണമെന്നൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് അതവിടെ കടന്ന് വേകട്ടെ. ഇനി നമുക്ക് നോക്കി നോക്കാം. വെള്ളമൊക്കെ വറ്റി ചിലപ്പോൾ ഞാൻ അടിക്ക് പിടിച്ചു. അപ്പം ഞാൻ ഒന്ന് ഇളക്കി നോക്കിയാലോ, നമ്മൾ കപ്സ് എന്തായി നോക്കാമല്ലോ അല്ലേ. അപ്പോൾ കണ്ടില്ലേ വെന്തുക്കണം കേട്ടോ. അപ്പം ഞാൻ ഒന്നുകൂടി അമർത്തി വെക്കണുണ്ട്. ഇനി നമുക്കതവിടെ നിന്നാണ് മാറ്റി വെക്കാം. അങ്ങനെ ഇതാക്കണേ ചോറ് സെറ്റായി. ഇന്നിപ്പോൾ നല്ല സുഖമാണ്.
ചാറ് വേണ്ട, ഉപ്പേരി വേണ്ട, ഒന്നും വേണ്ട. ഇതായാണ്ടല്ലോ മക്കൾക്ക് നല്ല തൃപ്തിയാണ് കേട്ടോ. മന്തി, നെയ്ച്ചോറ്, കപ്സ അങ്ങനത്തെ ഒക്കെ ആയാൽ അങ്ങനെ തിന്നോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളിട്ട് വന്നാൽ ചിലപ്പോൾ ചായക്ക് കടി ചോദിച്ചുമ്പോൾ ചോറാണെന്ന് പറഞ്ഞാൽ ഇത് മതിയാവും. ഇന്ന് ചായക്കൊന്നും കടിയൊന്നും ആർക്കും വേണ്ടി വരും കേട്ടോ, ഈ ചോറ് മതിയാവും. അങ്ങനെ എന്താക്കണേ, ചോറൊക്കെ റെഡി ആയിക്കണേ. പിന്നെ നമ്മൾ തിരുമ്പലും കൂളിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ചോറ് കഴിച്ചാൻ വേണ്ടി വന്നിരിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ ചോറൊക്കെ വിളമ്പി നല്ല സൂപ്പർ ചോറ് കഴിഞ്ഞിട്ടോ. ഇത് നമ്മൾ രസം പീടിയത്തെ അരി തന്നെയാണ് ഇട്ടിട്ട് വെച്ചിരിക്കുന്നത്. രസം പീടിയത്തെ അരിയും പീടിയത്തെ അരിയൊക്കെ ഒരേ മരിക്ക് തന്നെയാണ് തന്നെയാളെ. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടോ നോക്കണ്ടി. നമ്മൾ പാക്കറ്റിൽ വാങ്ങൂലൊരു 110 റുപ്യ തോന്നതിന്, അതും നമ്മൾ ഈ രസം പീടിയത്തെ അരി ഒന്ന് അതേപോലെ ഒന്ന് വെച്ച് നോക്കണ്ടി. ഒരു മാറ്റമല്ല, ഈ അരി തന്നെയാണ് ആ അരി. പിന്നെ ഇപ്പത്തിനപ്പം നമ്മൾ 110 റുപ്യ കൊടുത്തുകൊണ്ട് നമ്മൾ വാങ്ങണത്. നമുക്ക് ഈ രസം പീടിയത്തെ അരി ഇട്ട് കണ്ട് വെച്ചാൽ പോരെ, നല്ല രസമാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്നൊരു പൂതിക്കൊക്കെ മാണിച്ചെങ്കിലൊക്കെ ഒരു മന്തിയോ കപ്സ ഒക്കെ വെക്കണമെന്ന് വെച്ചെങ്കിൽ ഇനിയിപ്പോൾ ഇതിനോടും ബിരിയാണിയും വെച്ചാലും രസമാണ്. അപ്പോൾ ഇതാക്കണം. അപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിച്ചും പറഞ്ഞ മാതിരി ഞാൻ ഇല്ലായിട്ടൊന്നല്ല കേട്ടോ പറയണത്, ഇതുകൊണ്ട് വെച്ചാൽ നല്ല രസമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് ഇതേമാതിരിക്കത്തെ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.